പണ്ട് നോക്കുക, പണ്ട് കായംകുളം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുകളൊന്നായിരുന്നു. അച്ചടി പ്രഭാകരനെ പോലെ ആളുകൾക്ക് ഇന്ന് ജയിച്ചുള്ള സീറ്റുകളാണ്. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന് ഒരാളെ നിർത്തി ജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം കോൺഗ്രസ്സുകാർക്കിടയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും കോൺഗ്രസിന് കായംകുളം സീറ്റ് കോൺഗ്രസ് അവർ പ്രതീക്ഷയിലേക്ക് വയ്ക്കുന്നില്ല. അതിന് പകരം അമ്പലപ്പുഴ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നന്നായിട്ടുണ്ട്. അമ്പലപ്പുഴ അതുകൊണ്ടാണ് ഇപ്പം ലിജുവിനെ പോലൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അമ്പലപ്പുഴ അതേസമയം മാരാരിക്കുളം പോലുള്ള സീറ്റ് അത് CPM ഉറച്ച സീറ്റ് തന്നെയാണെന്ന് കോൺഗ്രസ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു ഫൈറ്റിലേക്ക് പോകേണ്ട, എന്തിനാ പോകുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നുണ്ട്. എന്നാൽ ചേർത്തല എത്തുമ്പോഴത്തേക്കും ചേർത്തല വേണമെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന് പിടിക്കാൻ, UDF പിടിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവർ പോകുന്നു. കാരണം പ്രസാദിനെതിരെ അത്ര താല്പര്യക്കുറവ് ജനങ്ങൾക്കിടയിലുണ്ട്. പ്രസാദ് നല്ലൊരു മന്ത്രി ആയിരുന്നില്ല എന്നുള്ളതും നല്ലൊരു ജനപ്രതിനിധി ആയില്ല എന്നുള്ളതും ആളുകളുടെ ഇടയിലുണ്ട്. അവിടെ CPIയുടെ മണ്ഡലമാണെങ്കിലും CPMനാണ് വോട്ടുള്ളത് അവിടെ. പക്ഷേ എന്നാലും പ്രസാദിനെ അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ അവരുടെ അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്നുള്ള രീതിയിലെ പെർഫോമൻസും അത്രയ്ക്ക് ജനങ്ങൾക്ക് സൂചിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ അരൂർ മണ്ഡലത്തിൽ ഈ പറയുന്ന അരൂർ CPMന് സാധ്യതയുള്ള മണ്ഡലമാണ്. ഇപ്പോൾ ദലീമ മാറി വേറെ ആൾ വന്നാലും തോമസ് ഐസക്കിന് വന്നില്ലെങ്കിൽ വേറൊരു നല്ലൊരു ഇപ്പോൾ ആരിഫിനെ വീണ്ടും മത്സരിച്ചാലും ഒരു പക്ഷേ അവിടെ CPM വീണ്ടും പിടിച്ചേക്കാം. അപ്പോൾ ഒരു കോൺഗ്രസിന് ആലപ്പുഴ ജില്ലയിൽ UDFന് ഒരു 2-3 മണ്ഡലം മാക്സിമം, അതിലപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രതീക്ഷിക്കണമെന്ന് എനിക്കറിയില്ല.